ബ്രേക്ക് എവിടെ പോയി? ഫോൾസിനങ്ങളിന് വാടക കൊടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല, പാവം. എന്തിനാ അവിടെ കൊണ്ട് മറിച്ചിട്ട്? അയ്യോ, തൂത്തിട്ടിരിക്കുന്ന സ്ഥലമല്ലായിരുന്നോ? ബാ, ഗ്രോ ബാഗ് അതിനകത്ത് എടുത്ത് വയ്ക്കുക. നിറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരാം. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരെണ്ണം. ആദ്യം ഇതിനകത്ത് ഇച്ചിരി ഇടണേ. ഇത് മണ്ണില്ലാതെ പോയി, വെറുതെ കളയല്ലേ. ഇച്ചിരി ഇട. ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ ഇട്. കിട്ടിയേ കൊള്ളില്ല. അങ്ങനെ പൊക്കി പിന്നെ ഇതാക്കണ്ട. അച്ഛ കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞു, അവൻ ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനാണ്. അങ്ങനെ കിടന്നുകൊണ്ട് കുഞ്ഞ് ബലം പിടിക്കണ്ട. ആ, എന്നാ പറഞ്ഞു കരിങ്കല്ല്. കരിങ്കല്ല് ആ, രക്ഷപ്പെടുത്തിയെടുക്കാം. വീഡിയോ ഓഫായിരുന്നു. രക്ഷപ്പെടുത്തിയെടുക്കണം. ഇവിടെ തന്നെ വെക്കാം, വെള്ളം ഒഴിക്കാം അല്ലേ? കണ്ടോ, പോയി. ആ, പറ്റത്തില്ല അങ്ങനെ. ബാലൻസ് വേണം. ആ, ചുമ്മാരി അത്രയും കിടന്ന് പൊക്കാതെ. മണ്ണ് പോയില്ലേ? ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന മണ്ണാണ് കേട്ടോ. കുറേശ്ശെ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അല്ലേ, ചെടിയെല്ലാം പോവും. അത് വാരിയെടുക്കണം. മതി, നിർത്തുക കേട്ടോ. ചുമയും പിടിച്ച് ചുമ്മാ ആവശ്യമില്ലാതെ ഉള്ള ഇതെല്ലാം അത് തിരിച്ചു വെക്കണമായിരുന്നു. ഉന്തിക്കൊണ്ടല്ലേ പോകണ്ടേ? ഉന്തുന്ന വണ്ടിയല്ലേ. ആ, ചെടിയെല്ലാം പോവും. അതുകൊണ്ട് എല്ലാം പോവും. കുഞ്ഞു പറ്റാത്ത പണി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ കുഞ്ഞിനോട്. പറ്റത്തില്ലെന്നേ, പറ്റത്തില്ലത്. ആ മണ്ണും കൂടെ വാരിയിട്ടിങ്ങ് പോരും കേട്ടോ. നിന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാൻ ആളെ നിർത്തി ചെയ്യിച്ചോളാം. അവിടെ കൊണ്ട് ഇനി ഇടരുത്. അത് അവിടെ ഇടണ്ട. കാരണം ഇനി അത് താഴേന്ന് കോരാൻ ഒരാൾ വേണം. ഒരാളെ നിർത്തി ഞാൻ ചെയ്യിച്ചോളാം. എത്ര ദിവസമായി നിങ്ങളെ പറ്റിക്കുന്ന? തലയിൽ തേക്കുന്നത് പറയാം, മുഖത്ത് തേക്കുന്നത് പറയാം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാനേ പിന്നെ ആരണം ഞാനും കൂടെ ആ അങ്ങേ വശത്ത് ഇച്ചിരി പുല്ലൊക്കെ നിൽപ്പുണ്ടായിരുന്നു മുറ്റത്തെ. അതൊക്കെ പറിച്ച് ഞങ്ങൾ മേളിലത്തെ ഞങ്ങൾക്ക് നേഴ്സറിയിൽ നിന്ന് ഇതൊക്കെ തരത്തില്ലേ, മാവും പ്ലാവിൻ്റെ എല്ലാം തൈയൊക്കെ തരുന്ന ഒരു പുള്ളിക്കാരനില്ല അവിടെ. ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉന്തുവണ്ടിയില്ലേ, നമ്മൾ പാർക്കിലെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിക്കൊണ്ട് നടക്കുന്ന ആ ഉന്തുവണ്ടിയില്ലേ, അപ്പോൾ അത്രയും ഒരു വണ്ടി അവർക്കുണ്ട്, നേഴ്സറിക്കാർക്ക്, ആ വീട്ടുകാർക്കുണ്ട്, നേഴ്സറിക്കാർക്ക്. അപ്പോൾ ഞാൻ ആരണ്ണോട് പറഞ്ഞു അത് പോയി മേടിച്ചുകൊണ്ട് വാ, എന്നിട്ട് നമുക്ക്
പിന്നെ അതിനകത്ത് എല്ലാം ഉന്തി കുറേ കൊണ്ട് മണ്ണിറക്കി കേട്ടോ. നമ്മുടെ ഇതില്ലേ ടോയ്ലറ്റിൻ്റെ ടാങ്ക് പഴയത് മൂടാൻ വേണ്ടി 2 ലോഡ് ഇറക്കിയായിരുന്നല്ലോ. എന്നിട്ട് ഇച്ചിരി മിച്ചം വന്നപ്പോൾ താഴത്തെ പിന്നെ പുതിയ ടാങ്ക് വാങ്ങിച്ച് വെച്ച് അതിൻ്റെ മേളിൽ ഫില്ല് ചെയ്യണമായിരുന്നല്ലോ, അതൊക്കെ ഫില്ല് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ആ മഴയില്ല, കുറച്ച് ഞങ്ങൾക്ക് ഒരു 5-6 മഴ കിട്ടിയല്ലോ. മഴയെല്ലാം ശക്തമായിട്ട് പെയ്തപ്പോൾ ഇല്ലേ ഈ പഴയ ടാങ്കും പുതിയ ടാങ്കിൻ്റെ മേളിലിട്ടതും ഈ മണ്ണിങ്ങനെ ഇച്ചിരി കുറേ താന്നു പോയേ. എന്നാന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് ഫില്ലായില്ല, ചുമ്മാ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, ഇടിച്ചൊന്നും ഉറപ്പിച്ചില്ലല്ലോ. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രാർത്ഥിക്കണം, നമുക്ക് ദൈവം സഹായിച്ച 1 ലോഡ് കൂടെ ഇറക്കിയിട്ട് നമുക്ക് ഈ ടാങ്കിൻ്റെ പിന്നെ പുതിയ ടാങ്കിൻ്റെ പൊക്കത്തിടാം, എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നതെടുത്ത് ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ച് ഗ്രോ ബാഗിനകത്ത് നിറപ്പിക്കാമെന്നൊക്കെ. അപ്പം ഞാൻ ദൈവം സഹായിച്ചു കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കാരണം എല്ലാ കാര്യവും ഇങ്ങനെ നടക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും, നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരട്ടെ. അപ്പോൾ ഞങ്ങൾ 1 ലോറി മണ്ണ് കൊണ്ട്, നല്ല മണ്ണ് കൊണ്ട് ഇറക്കി കേട്ടോ കുറേ. അപ്പം അവിടെ അതങ്ങനെ കിടക്കുക, അവിടെ കിടന്നോളൂ, എങ്ങും ഒലിച്ചൊന്നും പോകത്തില്ലേ. ഞാൻ വീഡിയോയ്ക്കകത്തുണ്ട്, ഞാൻ കുറച്ച് മുമ്പ് അതെല്ലാം കാണിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മേളിൽ ഒരു നേഴ്സറി ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ, ഞാൻ രാവിലെ കാണിച്ചില്ലേ പുറകിൽ ചർച്ചാണ്, അതിൻ്റെ ബാക്കി മൂത്ത ചേട്ടൻ വിറ്റ വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ ഒരു മേടിച്ചേക്കുന്നവർ നേഴ്സറി നടത്തുക, നമ്മുടെ ഈ പിന്നെ പ്ലാന്റ്സിൻ്റെയൊക്കെ നേഴ്സറി നടത്തുവാണേ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം തരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിക്കുന്ന അവിടെ നിന്നാണ്. നല്ല തൈകളെല്ലാം എല്ലാം പെട്ടെന്ന് കായ്ക്കും, ഒന്നും പോകത്തില്ല, എല്ലാം നല്ലതാണ്. ലോകത്തുള്ള സകല പ്ലാന്റ്സും ഉണ്ട് കേട്ടോ, വില കുറവാണ്. പിന്നെ അപ്പോൾ അവിടെ ഈ ഉന്തുവണ്ടിയില്ലേ, ഈ പിടിവണ്ടിയോ ഇങ്ങനത്തെ ചതുരത്തിരിക്കുന്ന ഉന്തുവണ്ടിയുണ്ട്. ഞാനും ആരനും കൂടെ, ആരനെ വിട്ട് ഞാനത് മേടിപ്പിച്ചിട്ട് ആരൻ അതിനകത്ത് ഗ്രോ ബാഗ് ഞങ്ങൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വളം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിത്തുകൾ ഓൺലൈനിൽ വാങ്ങിച്ചായിരുന്നു, ഫേസ്ബുക്കിൽ കണ്ടതാണ്. അപ്പോൾ ആ പിന്നെ വിത്തുകൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചായിരുന്നു. കളിപ്പീരില്ല കേട്ടോ, 10 ടൈപ്പ് വിത്തുകൾ 179 രൂപ, അത് കൊറിയർ ചാർജും എല്ലാം കൂടെ കൂട്ടി കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ എക്സിബിഷന് നാമ്പെടുത്ത് പോയപ്പോൾ 1 വർഷം മുമ്പ്, കിണറിടിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ജോജിയെ കൊണ്ട് ഞാൻ എല്ലാം വിത്ത് പാകിച്ചത് മുഴുവൻ. ആ മഴക്കാലത്ത് കിണർ ഒടിഞ്ഞു പോയപ്പോൾ ഫുള്ളും പോയില്ല, ചീര മാത്രം എല്ലായിടത്തും ഇങ്ങനെ നിരന്ന് നടന്നിട്ട് എല്ലായിടത്തും മുറ്റം മുഴുവൻ ചീര കിളുത്തതൊക്കെ, ബാക്കിയെല്ലാം പോയില്ലേ. അതാണ് 500 രൂപയ്ക്കായിരുന്നു 10 വിത്ത് വാങ്ങിച്ചത്. അയ്യോ, 10 പാക്കറ്റ് വാങ്ങിച്ച എല്ലാം അഴുക്കുമായിരുന്നു, ഒന്നും കിളുത്തില്ല. എന്നിട്ട് ഇത് കിളുക്കുമായിരിക്കും കേട്ടോ, കളിപ്പീരില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അത് ഞങ്ങൾ 10 ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ പിടിവണ്ടിയിലോട്ട് ഗ്രോ ബാഗ് ഇങ്ങനെ അവിടുന്ന് മണ്ണ് എടുത്ത് നിറച്ച് വെച്ച് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്, വെച്ച് പിന്നെ ഇവിടെ കൊണ്ട് എല്ലാം കിണറിൻ്റെ ഇപ്പുറത്ത് അങ്ങ് മാറ്റി എല്ലാം വെച്ചു. ഞാനത് വിത്തൊക്കെ കുറച്ച് എല്ലാ പാക്കറ്റിൽ നിന്നും 2, 3, 4 ഒക്കെ എടുത്ത് വെച്ച് എല്ലാം പാകിയിട്ടുണ്ട് ഇപ്പോഴേ. അങ്ങനെയുള്ള പരിപാടി കാരണം നേരത്തെ കുളിക്കാൻ പറ്റിയില്ല, അല്ലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതാണ്. അല്ലെ പിന്നെ നമുക്ക് ജലദോഷമൊക്കെ. ഞാൻ ഈ വൈകിട്ടല്ലേ തല കഴുകുന്നത്, എനിക്ക് അല്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ, കുഞ്ഞിലെ മുതൽ ശീലിച്ചുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ നേരത്തെ അന്നേരം അങ്ങ് കുളിക്കണമല്ലോ. അപ്പം പിന്നെ ഇതിൻ്റെ പുറകെ നടന്നില്ല. ഇപ്പം താമസിച്ചു 5 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ, 5:30 കഴിഞ്ഞ്. അന്നേരം പിന്നെ ഞാൻ ഓർത്തു ഇന്നെങ്കിലും പിന്നെ നിങ്ങളോട് തലയുടെയും മുഖത്തിൻ്റെ അങ്ങ് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് അരച്ച് വെച്ചതിൻ്റെ ബാക്കി പരട്ടാൻ പറ്റിയില്ലല്ലോ, ശനിയാഴ്ച അരച്ച് വെച്ചതിൻ്റെ ബാക്കി ഞായറാഴ്ച എനിക്ക് പറ്റാൻ പറ്റിയില്ലല്ലോ, ജലദോഷമല്ലായിരുന്നു. ഞാൻ ഓർത്തേ അതിന്ന് എന്നാ ആന്നേലും ഞാനങ്ങ് തേക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ചുമയും ഇതും കുറവുണ്ടേ. ഞാൻ പെട്ടെന്ന് കുറേ നേരം വെക്കാതെ എന്നാലും ഒരു 10-20 മിനിറ്റ് വെക്കണം. ഞാനിത് മുടിയൊക്കെ നല്ലതായിട്ട് ചീകിയതാട്ടോ. എണ്ണ ഞാൻ ഒത്തിരി ഒന്നും വെച്ചില്ല, കാരണം ചുമ വന്നെങ്കിലോ പേടിച്ചിട്ട്. ഇതുണ്ടോ, ഇച്ചിരി ഒന്ന് ചുമ്മാ തൂത്തതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇന്ന് 2 പ്രാവശ്യം ഞാൻ മുടിയുടെ ചെട കളഞ്ഞു. ഇപ്പം ചെട കളയുമ്പോഴൊന്നും അങ്ങനെ വലിയ കുത്തു കണക്കിനൊന്നും പോകത്തില്ല കേട്ടോ, 2-3 മുടിയൊക്കെ ഇങ്ങനെ. അത് ഞാനിങ്ങനെ ഓർക്കാതെ ചെറിയ വശമില്ല അത് വെച്ച് ചെയ്യുമ്പം, മറ്റേത് ഇങ്ങനെ മുടിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ കൂടെ എല്ലാം ഇങ്ങനെ ഷോൾഡറിലൊക്കെ വീഴുന്ന ഇപ്പം ഇല്ല കേട്ടോ. എന്നാന്ന് പറയട്ടെ, ഇനി പെട്ടെന്ന് പറയാവേ.
അതായത് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്നിട്ടില്ലേ എനിക്ക് പണ്ട് മൈലാഞ്ചിയുടെ ഇല അരയ്ക്കണം, പിന്നെ മുട്ടയുടെ വെള്ള, പിന്നെ അതുപോലെ ചായമട്ടണം. അപ്പോൾ എനിക്ക് പണ്ട് 1997 പറഞ്ഞു തന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തത് 97 തൊട്ട് ആണ്. അന്നേരം 8 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത. അപ്പോൾ പുള്ളിക്കാരത്തിക്കാണെങ്കിൽ ഇങ്ങനെ അങ്ങ് താഴെ വരെ മുടിയുണ്ട്, നല്ല തിക്കുവാണ്, നല്ല സിൽക്കി, നല്ല രസമാണ്, നല്ല ഉള്ളുമൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ, പിന്നെ പേര് ഞാൻ പറയുന്നില്ല, എങ്ങനെ ഇതുപോലെ മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് ജോലിയില്ലല്ലോ, ശനിയാഴ്ച ഉണ്ട്, എല്ലാ ഞായറാഴ്ചയും മൈലാഞ്ചിയൊക്കെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, മൈലാഞ്ചിയും മുട്ടയുടെ വെള്ളയെന്ന് കേട്ടപ്പോഴേ എനിക്ക് അറപ്പ് വന്നു. അയ്യോ മണക്കത്തില്ലേ, ഒട്ടും മണക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് വരെ അതനുസരിച്ചിട്ടില്ല. ഞാനൊന്നും തലയിൽ തേക്കത്തില്ല. പണ്ട് ഞാൻ പറഞ്ഞില്ല, അമ്മ എന്നെ സംരക്ഷിച്ചതും മുഖവും മുടി സംരക്ഷിച്ചത്, അന്നൊക്കെ എന്ത് മുടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, 25 വർഷമായിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സംഗതി ചെയ്തിട്ടില്ലോ. പക്ഷേങ്കിൽ ഇത് ഞാൻ മുടി അങ്ങ് വല്ലാതെ ഇതുപോലെ നാണം കെട്ടി എനിക്ക് ഒരിടത്ത് പോകാനേ ഇഷ്ടമല്ല. ഈ പുറയിൽ ഒട്ടും മുടിയില്ലാതെ ഇങ്ങോട്ട് മാത്രം ഇച്ചിരി ഇങ്ങനെ ഇടാൻ മാത്രമേ ഉള്ളൂ, പുറയിൽ എന്നിട്ട് നമ്മുടെ ഇങ്ങനെ മുട്ട അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. എന്നിട്ട് ഞാൻ കുറച്ച് മുടിയെടുത്ത് കുറച്ച് ഇച്ചിരി എടുത്തത് ഇവിടെ ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ബാക്കി ഒരു ശകലിച്ച വീതം ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടും. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടാലേ എനിക്കൊരു സ്വസ്ഥതയുള്ളേ, അഴിച്ചിടാനാണ് ഇഷ്ടം. ഇങ്ങനെയുള്ളൂ. ബാക്കി എന്നിട്ട് ഇവിടുന്ന് കുറച്ചുകൂടെ എടുത്ത് പുറയിലൊക്കെ ഇടുക. എന്നാലും പുറയിൽ നിന്ന് നമുക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് വൃത്തിയേടാ, സങ്കടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു എണ്ണയിലൊക്കെ തേക്കാൻ തുടങ്ങാം, അല്ലേ ശരിയാകത്തില്ല, നാണംകേടാണല്ലോ എന്നൊക്കെ ഓർത്തു. ഒരു തരത്തിലും ഒന്ന് കെട്ടിവെക്കാൻ പറ്റാതെ, കെട്ടിവെച്ചാലോ എലിവാല് പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ ആയി. ഒരെണ്ണ വെച്ച് കുളിക്കാൻ പറ്റുമോ? എല്ലാം കൂടെ ഒട്ടി, ഷാമ്പു ഇട്ടെന്ന് പറഞ്ഞാൽ ഒട്ടിയിരിക്കും, ഒരു എന്താ പറയുന്നത്, തിക്നെസ് ഒന്നും തോന്നത്തില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെയില്ലൊക്കെ തേക്കാം. അപ്പോഴേ ഈ കൊച്ചു പറഞ്ഞ കാര്യം ഇങ്ങനെ ഞാൻ ഓർത്താന്ന് പരീക്ഷിക്കാമെന്ന് ഓർത്തിട്ട്, അപ്പോൾ ഈയിടെ ജയയൊക്കെ മുട്ടയുടെ വെള്ളയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തോ മണം വന്നാൽ ഇല്ലായിരിക്കും എന്ന് ഓർത്ത് ഞാൻ മുട്ടയുടെ വെള്ള, നാരങ്ങാനീരൊന്നും ഒഴിച്ചില്ല, മുട്ടയുടെ വെള്ള 2-3 പ്രാവശ്യം ഞാൻ തേച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മണമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ മുട്ടയുടെ വെള്ളയുടെ കൂടെ ഇതുകൂടെ അങ്ങ് ആഡ് ചെയ്ത് കുറച്ചും കൂടി ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? ഒരു മുട്ടയുടെ വെള്ളയും പിന്നെ കുറച്ച് മൈലാഞ്ചി പൊടിയാണ് വാങ്ങിച്ചത്. വീടിനടുത്ത് ഇന്നാൾ ഞാൻ കാണിച്ചില്ലേ, ആ വീട്ടിലുണ്ട്. പക്ഷെ അവിടെ ചെന്ന് പറിച്ചുകൊണ്ടൊക്കെ വന്ന് അരച്ചത് ഭയങ്കര മടിയാണ്. അത് കാരണം ഞാൻ എന്നാ ചെയ്തു, ഗോദ്രേജിൻ്റെ ഇത് മേടിച്ചു കേട്ടോ. നല്ല സാധനം കേട്ടോ, മണം അടിക്കുമ്പോഴേ നമുക്കറിയാം, നല്ല സാധനം. അതും മേടിച്ചു. എന്നിട്ട് മുട്ടയുടെ വെള്ളയും ഈ മൈലാഞ്ചിപ്പൊടി ഞാനൊരു, അതായത് നമ്മളെ തലയിൽ തേക്കേണ്ട എത്ര വേണോ അത് നമുക്കറിയാം, ആകെപ്പാട് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് തേക്കേണ്ടത് മാത്രം പറഞ്ഞു മസാജും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും മതി, എൻ്റെ ഈ മുടിക്കുള്ളത് മതിയല്ലോ. അപ്പോൾ ഞാൻ എന്നെ ചെയ്തു, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തു. എന്നിട്ട് ചായമട്ട് 1 ഗ്ലാസ് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ ഇതിട്ടിട്ട് ചായപ്പൊടി ഇട്ടിട്ട് അത് 1/2 ഗ്ലാസ്സായി വരെ പറ്റി വരുന്നവരെ അതാക്കിയിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിയെടുത്തിട്ട് ഈ മൈലാഞ്ചിപ്പൊടിയും കലക്കും, മുട്ടയുടെ വെള്ളയും അതിനകത്ത് ഒഴിച്ചിട്ട് കലക്കി അത് തേക്കും. അപ്പം അങ്ങനെ ഞാൻ തേക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പെട്ടെന്ന് എനിക്ക് മുടി കൊഴിച്ചിലും നിന്നു. നല്ല ഒരു പുതിയ മുടിയല്ല, ഇതെല്ലാം കഷണ്ടിയായിരുന്നു. ഇവിടെ എല്ലാവേ ഫുള്ളും കഷണ്ടിയായിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു. അവിടെ എല്ലാം കിളുത്ത് വന്നു. 3-4 പ്രാവശ്യം അതങ്ങനെ തേച്ചു. ആഴ്ചയിലൊന്ന് വെച്ചത് തേക്കാം കേട്ടോ. ആ കൊച്ചെല്ലാം ഞായറാഴ്ചയും തേക്കുമായിരുന്നു. അപ്പം അത് ഞാൻ തേച്ചു. 3-4 പ്രാവശ്യം തേച്ചു കേട്ടോ, അടുപ്പിച്ച്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ തേച്ചു. ഇതൊരു പ്രാവശ്യം ഇത് പക്ഷേ ഞാനുണ്ടല്ലോ എല്ലാ ദിവസവും അത് തേക്കും. എന്നാന്ന് പറഞ്ഞാൽ അത് തേക്കും. അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ തേക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരെണ്ണം മനസ്സിലായി. ഇത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവാണ്. ഇതിൻ്റെ കൂടെ അതായത് മുട്ടയുടെ വെള്ളയും തേയിലമട്ടും പിന്നെ മൈലാഞ്ചി ലൈവായിട്ട് നമ്മളുടെ വീട്ടിൽ അയൽവക്കത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മേടിച്ചിട്ട് അതാണ് ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ ഈ ചായമട്ടും മൈലാഞ്ചിയും പിന്നെ മുട്ടയുടെ വെള്ളയും ഒന്നാമത്തെ പഠിച്ചോ. ചായമട്ട്, മൈലാഞ്ചി,
മുട്ടയുടെ വെള്ള. ഇത് ഒന്നാമത്തെ കാര്യം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ എന്തായാലും ഇത് മെയിൻ സംഗതിയായിട്ട് ഇതുണ്ട്. അതിൻ്റെ കൂടെ ബാക്കി പിന്നെ ഓരോ ദിവസവും വേറെ സാധനങ്ങളും കൂടെ ആഡ് ചെയ്യും. ചിലപ്പോൾ അത് ഉലുവ കുതിർത്തിട്ടായിരിക്കും, ചിലപ്പോൾ പിന്നെ ഇതായിരിക്കും, മുരിങ്ങയില ആയിരിക്കും, മുടിക്കുള്ളുണ്ടാകാം മുരിങ്ങയില നല്ലതല്ലേ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഓരോന്നായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത ഇതെല്ലാം നല്ലതല്ലേ, പിന്നെ ഓരോ ദിവസം ഒന്നും ആക്കണ്ടേ, എളുപ്പമൊന്ന് വളരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലുള്ള സർവ്വ ഇലയും തേക്കാൻ തുടങ്ങി. അങ്ങേ അറ്റത്ത് തൊട്ട് പറയാവേ, പേരയില 2-3 കുഞ്ഞി ഇതില്ലേ കിളുന്ത് അതെടുക്കും. പേരയില കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് ആര്യവേപ്പ്, 2 തുളസി, പനിക്കൂർക്കല, മുരിങ്ങയില, പിന്നെ താഴെ കുറച്ച് ഇത് നിൽപ്പുണ്ടേ കയ്യന്യം. അത് ചുമ്മാ ആര്യവേപ്പിൻ്റെ ചുറ്റും നമ്മൾ കിളുക്കരുതെന്ന് പറഞ്ഞാൽ പോലും കിളുത്തരും, അതുപോലെയാണ് അത് അതിൻ്റെ ചുറ്റും. പണ്ടൊക്കെ ആർത്ത് കിളുത്തി ഈ പ്രദേശം മുഴുവൻ വന്നിട്ട് ഞാൻ പറിച്ച് ദൂരെ കളയുമായിരുന്നു. എൻ്റെ പൊന്നോ, ഞാൻ എന്നെ അഹങ്കാരിയാണ്. ഓരോരുത്തർ കയ്യന്യം കിട്ടാൻ നോക്കിയിരിക്കുന്നു, എന്ത് വില കൊടുത്താൽ വാങ്ങിക്കുന്ന ഉണങ്ങിയ കയ്യന്യം അങ്ങാടിക്കടയിൽ നിന്ന്. അതൊക്കെ ഞാൻ മുഴുവൻ പറിച്ച് തേച്ചിരുന്നത് നല്ലതായിരുന്നു. എന്നിട്ട് അതൊന്നും തേക്കാതെ അഹങ്കാരി ജോമ ഇപ്പം മുടിയില്ലാതെ മുട്ടച്ചി ആയപ്പോഴത്തേക്കിനുമാണ് തേക്കാൻ തുടങ്ങിയത് ഈ പ്രായത്തിൽ. നമുക്ക് ട്രൈ ചെയ്യാം. നല്ലതായിട്ട് ഇത് പുതിയ മുടി കിളുത്തു, നല്ലതായിട്ട് കിളുത്തു. അപ്പം പിന്നെ അവിടെ തൊട്ട് പറഞ്ഞു കേട്ടല്ലോ, പേരയില, പിന്നെ ആര്യവേപ്പ്, തുളസി, പനിക്കൂർക്കല, കയ്യന്യം, മുരിങ്ങയില, പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെ വേറെ വല്ലതും മറന്നോന്ന് നോക്കട്ടെ. അവിടെ നിന്ന് തൊട്ട് കറ്റാർ വാഴ വാതിക്കാൻ നിൽക്കുന്ന സാധനം എല്ലാം ഇങ്ങനെ ഓർക്കും എവിടെയൊക്കെ എന്നൊക്കെയാണ് നിൽക്കുന്നതെന്ന്. അതല്ല, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നല്ലതാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിലില്ലല്ലോ. അപ്പം കറിവേപ്പില നിങ്ങൾക്കൊണ്ട് ഇട്ടു, എൻ്റെ കയ്യിലില്ല. പിന്നെ പുറത്തുനിന്നുള്ളത് ഇതല്ലേ, മരുന്നൊക്കെ അല്ലേ, അവിടെ തലയിൽ പരീക്ഷിക്കേണ്ട. വീട്ടിലുണ്ടെങ്കിൽ അതുകൂടെ. എന്നിട്ട് ഉലുവ പിന്നെ കുതിർത്തിട്ട്, അത് തലേദിവസം രാത്രി കുതിർത്തിട്ട് രാവിലെ അതും കൂടെ അരച്ച് അത്, പിന്നെ എന്നായിരുന്നു ഞാൻ ചേർക്കുന്നത്, ഇത്രയും ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് ചെമ്പരത്തി വീട്ടിലുണ്ട്, ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഞാൻ വെച്ച് വരുന്നതേ ഉള്ളൂ. അതേന്നൊക്കെ പൂവായിട്ടില്ല. പൂവായെങ്കിൽ നമുക്കതൊക്കെ അതുകൂടെയൊക്കെ നല്ലതാണ്. ബാക്കിയെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയും സംഗതിയും കൂടെ അരച്ചാണ് ഞാൻ വേണ്ടേ. ഇത് നിറച്ചുണ്ടായിരുന്നേ, എല്ലാ ദിവസവും തേച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എല്ലാ ദിവസവും തേച്ച് ഇത്രയും കൂടെ ഉള്ളു. ഇന്നും കൂടെ തേക്കാനേ ഉള്ളൂ. എൻ്റെ പെരയ്ക്കകത്തെല്ലാം വീണെങ്കിൽ, അല്ല അവിടെ പോയി നിന്ന് തേച്ചിട്ട് ഇവിടെ വരണം. ഞാൻ നോക്കട്ടെ. ഇങ്ങനെ തലയോട്ടിയെ നല്ലതായിട്ട് പറ്റിപ്പിടിച്ച് തേക്കണം. അപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഓഫ് ചെയ്തിട്ട് വാഷ് ബേസിൻ്റെ അവിടെ പോയി തേച്ചിട്ട് വരട്ടെ. വീട്ടിലെല്ലാം ആയെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ആദ്യമേ നന്നായിട്ട് ചീകി ചെട കളഞ്ഞിട്ട് നമ്മൾ പാരച്ചൂട്ടെണ്ണയാണ് ഞാൻ തേക്കുന്നത്. പണ്ടൊക്കെ മുറുക്കിയതായിരുന്നു. നമ്മൾ മുറുക്കുമ്പം മുറുക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ, എന്തെങ്കിലും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുടി പൊഴിയും. അത് കാരണം പിന്നെ ഞാൻ അമ്മ കാച്ചി തരുവേ എനിക്ക്. അമ്മ ഇന്നലെ ഞായറാഴ്ച, ഇന്നലെ ഞങ്ങൾ ഭക്ഷണമൊന്നും വെച്ചില്ല. അമ്മ ഇന്നലെ ആരൻ ചർച്ചും കഴിഞ്ഞിട്ട് തൊട്ട് താഴെ എൻ്റെ വീട്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലൊരു മാക്സിൻ്റെ ഷോപ്പില്ല, അതിൻ്റെ താഴെ എൻ്റെ വീട്. അതിൻ്റെ ഇപ്പുറത്താണ് ഞങ്ങളുടെ ചർച്ചും. അപ്പം ആരൻ ചർച്ച് കഴിയുമ്പം അങ്ങോട്ടിറങ്ങി പോയി അപ്പൻ്റെ അമ്മയുടെയും കൂടെ, വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ ഇരുന്ന് കപ്പ വേവിച്ചതും ചോറും മീൻകറിയും ബീഫും. ഞായറാഴ്ച അവിടെ നിർബന്ധമാണ്. ബാക്കി എല്ലാ ദിവസവും മീനുണ്ട്, ബീഫ് ഞായറാഴ്ച ദിവസം നിർബന്ധം കപ്പയും. അപ്പം ആരൻ്റെ കൊടുത്തു വിട്ടു. ഉണക്കപ്പ വേവിച്ചതും ബീഫും ഭയങ്കര ടേസ്റ്റായിരുന്നു. ബീഫും മീൻകറി. അന്നേരം
ഉച്ചയ്ക്കും ഞാൻ ചിരിച്ചതിന് വേറെ കാരണമുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യം ഓർത്തിട്ട് ചിരിച്ചത്. അപ്പം ബീഫും മീൻകറിയും കപ്പയും കൂടെ കൊടുത്തു വിട്ടാറുണ്ട്. അപ്പം അതെല്ലാം ഉച്ചയ്ക്കും കഴിച്ചു, വൈകിട്ടും അത് തന്നെ കഴിച്ചു. വൈകിട്ട് ഇച്ചിരി നേരത്തെ അങ്ങ് കഴിച്ചു, സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ. അത് കഴിഞ്ഞ് ആശർ വരാൻ 12 മണിയൊക്കെ ആവും. പുതുപ്പള്ളി പെരുന്നാളാണ്. അപ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് അവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടെയൊക്കെ എല്ലാ കാര്യവും കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 11:30-12 ആവും. അപ്പോൾ ആശറിനെ നോക്കിയിരുന്നപ്പോഴത്തേക്കിനും എന്താ എനിക്ക് പിന്നെ വിശപ്പായി. ഞങ്ങൾ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് മിച്ചം ഉണ്ടായിരുന്നേ, കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഒന്ന് ചൂടാക്കിയിട്ട് ഞങ്ങൾ ചിക്കൻ 3-4 പീസ് പഴയത് വറുക്കാൻ അരച്ച് വരട്ടിയത് ശകലം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടെ ഞാനും ആരണം ഇച്ചിരി ചൂടാക്കി അതങ്ങ് തീർത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വേറെ ഇത്രയും സംഗതികൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ റിവൈൻഡ് അടിച്ച് നോക്കി അത്രയും സാധനം ഒരുമിച്ച് അരച്ച് തേച്ചോണം. ഇന്നാന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് മുടി കിളുക്കും. എൻ്റെ എനിക്കിങ്ങനെ ഒന്ന് വകയാനൊന്നും ഇച്ചിരിയേ ഉള്ളായിരുന്നു, ഒട്ടുമില്ല. എപ്പോഴും തലയൊട്ടി കാണുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വെപ്പുമുടിയരെയും വെച്ച് ഞാൻ നടന്ന ആളാണ്. ഇപ്പം ഒരു 2015-16 2 വർഷം അത്രയ്ക്കങ്ങ് ചുമ്മാ സൂക്ഷിക്കാഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു. അതൊക്കെ പോയിട്ട് ഇപ്പം വേണ്ടേ നമ്മൾ ഷാമ്പൂ ഒക്കെ ആഴ്ചയിലൊന്ന് ഷാമ്പൂ ചെയ്താൽ മതി. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നവർ ശനിയാഴ്ച ഇടണം. അപ്പം നല്ല വൃത്തിക്ക് ഞായറാഴ്ചത്തേക്കിരിക്കും. ആഴ്ച ഒന്ന് ഇട്ടാൽ മതി. അതുവരെ ഇങ്ങനെ ഇരുന്നോട്ടെ. തല നനയ്ക്കേണ്ട പോലും കാര്യമില്ല. കാരണം എപ്പോഴും നനച്ചാലും മുടി പോവും. ഒത്തിരി ചുമ്മാ പിന്നെ അങ്ങ് നനച്ചു. ഷാമ്പൂ ഒന്നും ഇടണ്ട. ഷാമ്പൂ ആഴ്ചയിലൊന്ന് ഇട്ടാൽ മതി. അപ്പം അങ്ങനെ ഞാൻ മൊത്തം ഒന്ന് തേച്ചിട്ട് വന്നിരിക്കാം. മുടി പൊക്കി അങ്ങ് കെട്ടിയിട്ട് എവിടെയാണോ കഷണ്ടി കൂടുതലുള്ള അവിടെ അങ്ങ് നല്ലതായിട്ട് തേച്ചോണം. അപ്പം ഞാനിതൊന്ന് എളുപ്പം തേച്ചേച്ച് വരാവേ. എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, പറയാനുണ്ട്. വേണ്ടേ എല്ലാം തേച്ച് വെച്ചിരിക്കുന്നുണ്ടോ? അതവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. പിന്നെ വേണം, അരമണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. അന്നേരം ഞാൻ അരമണിക്കൂർ വെക്കുന്നില്ല. കാരണം 15 മിനിറ്റൊക്കെ വെക്കുന്നുള്ളേ. അല്ലെങ്കിൽ ചിലപ്പം കുളിക്കാനും താമസിച്ചില്ലേ, എല്ലാം കുഴപ്പം വന്നെങ്കിലേ. ഇനിയിപ്പം ഞാൻ വേറൊരു കാര്യം കാണിക്കാവേ. ഇപ്പോൾ പുതിയ പരിപാടിയല്ലേ, എല്ലാവരും തലയിൽ തേക്കുന്ന ഒരു സാധനം, ഭയങ്കരമായിട്ട് മുടി വളരുന്ന ഒരു സാധനം. എന്നാന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, റോസ്മേരി വാട്ടർ ഉണ്ടാക്കി അത് മേടിക്കുക എല്ലാവരും. ഞാൻ തന്നെ ഇത് റോസ്മേരിയുടെ പാചകത്തിന് മേടിച്ച് വെച്ചില്ലേ, പാചകത്തിന് വേണ്ടി പിള്ളേർ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം, അതിനകത്ത് ഈ 3 ടേബിൾ സ്പൂൺ പിന്നെ റോസ്മേരി ഇട്ടിട്ട് പിന്നെ അത് തിളച്ച് പറ്റി ഒരു 1/4 ഗ്ലാസ്സിന് മേലെ, 1/2 ഗ്ലാസ് അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ കുറയണേ, നല്ലൊരു ഇതുള്ളൂ. അപ്പം നമ്മൾ മേടിക്കുന്നതിനാണെങ്കിൽ ഒരു വൈറ്റ് പോലെ തന്നെ കളറ്, ഒരു ചെറിയ ഊറിയ പച്ച കളർ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അത്രയും ഇതായിട്ട് നല്ലതായിട്ട് പിന്നെ പറ്റിച്ച് ഇതാക്കി എടുക്കുമ്പോൾ എനിക്ക് ബ്രൗൺ ഇങ്ങനത്തെ കളറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുപ്പിയാണ്. 3 കുപ്പിക്ക് ഇങ്ങനത്തെ ഇതിനകത്തൂടെ വരും. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്തൂടെ പിന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ 3 കുപ്പിക്ക് കോംബോ ഓഫറായിരുന്നേ. 3 കുപ്പിക്ക് 179 രൂപയാണെന്ന് തോന്നുന്നു, അതോ 129 രൂപ, മറന്നുപോയേ. അങ്ങനെയാണ്. അപ്പം ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഇതിനകത്ത് ഇതാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടക്കുമ്പോഴാണേലും കുഴപ്പമില്ല. അപ്പോൾ കുറേ നേരം രാവിലെ വരെ 8 മണിക്കൂർ ഇത് തലയിൽ പിടിച്ചിരുന്നോളൂല്ലോ. അപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്,
നല്ലതായിട്ട് മുടി കിളുക്കും കേട്ടോ. ഇത് ഞാനൊരു ഓവർനൈറ്റ് ഒരു രാത്രി മുഴുവനും തലയിൽ തേച്ചുകൊണ്ടും കിടന്നു. പിന്നെ പകലൊരു ദിവസം ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നടന്നു കുളിക്കുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ 2 പ്രാവശ്യം തേച്ചു. അതിൻ്റെ നല്ല മാറ്റമുണ്ട്. എൻ്റെ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണേ ഓരോന്നും ചെയ്യാൻ. പക്ഷെ എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി, എറണാകുളത്തുള്ള അനിയത്തിയുടെ മോളുടെ കൂടെ, അവൾ +2 കൂടെ പഠിക്കുന്നൊരു കൊച്ചിന് ഒട്ടും മുടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ എന്നെ വീഡിയോ കോൾ ചെയ്ത്, എൻ്റെ അനിയത്തിയുടെ മോള്. അന്നേരം പറഞ്ഞു, പേരമ്മച്ചി. അപ്പോൾ ഞാനിങ്ങനെ ഇത് എന്തോ തേച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ വിളിച്ചത്. അപ്പോൾ പേരമ്മച്ചി എന്നെ തലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പോലെ മോളെന്ന് പറഞ്ഞു റോസ്മേരി തേക്ക് പേരമ്മച്ചി. ഞാൻ പറഞ്ഞു, ആണോ? അതിങ്ങനെ ഞാൻ കേട്ട് എല്ലാവരും പറയുന്നത്. എങ്ങനെയാ? പേടിയാ? ഒന്നും പേടിക്കണ്ട, തേച്ചു. എൻ്റെ കൂട്ടുകാരിക്ക് മുടിയില്ലായിരുന്നു, അപ്പോൾ അവളിത് തേച്ചിട്ട് അവൾക്ക് നല്ലതായിട്ട് മുടി വളർന്നു. അത് പക്ഷേ ഒരു കാര്യമുണ്ട്, രാത്രി തേച്ചപ്പോൾ അവളിങ്ങനെ മൊത്തം ദേഹത്തോടെ എല്ലാം ആയി, പിന്നെ മൊത്തം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആണോ? ഒലിച്ചിറങ്ങി വന്നിട്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പറയാം, ഒലിച്ചിറങ്ങി വന്നിട്ട് ഒലിച്ചിറങ്ങി വന്ന് ഇതിലെങ്ങനെ വരുമല്ലോ, അവിടെയൊക്കെ കൃതാവ് വന്നെന്ന് ആ പെങ്കൊച്ചിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, നമ്മളെങ്ങാനും ബോധമില്ലാതെ തേച്ചിട്ട് ഒലിച്ചിറങ്ങി വന്ന് ഇതിലേ ആയാലും ഇല്ല, അത് ഡ്രൈ ആയിക്കഴിഞ്ഞ് നമ്മൾ കിടന്നാൽ മതി, ഒരു കുഴപ്പവും പറ്റത്തില്ല. അത് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ പറ്റുന്നിടത്തൊക്കെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ, എല്ലാം പറ്റി വല്ല മീശയൊക്കെ കിളുത്തോ എല്ലാം വന്നെങ്കിൽ തീർന്നില്ലേ. പിരിയാണ് പിന്നെ പോട്ടേന്ന് വെക്കാം, മീശയൊക്കെ ആയാലോ. അന്നേരം പറഞ്ഞില്ല, അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കിടന്നാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ കൊച്ചു പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിന് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ 2 പ്രാവശ്യം തേച്ചില്ലേ, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവേ. എന്നിട്ട് ഒരാഴ്ച ഇപ്പോൾ തേക്കാൻ പറ്റിയില്ല, എല്ലാ ദിവസവും തേക്കാൻ പറ്റിയില്ലല്ലോ ജലദോഷം കാരണം. അപ്പോൾ ഇന്നും തേച്ചില്ല, ഇപ്പോൾ ഇത് തേച്ചില്ലത് കാരണം തേക്കുന്നില്ല. ഇന്നിത് പകൽ മറന്നുപോയി, അല്ലെങ്കിൽ ഇത് തേച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്തിരുന്ന ഡ്രൈ ആയി അത് ഇരുന്നേനെ. അപ്പോൾ വൈകിട്ട് കുളിക്കാൻ നേരം ഇതും അങ്ങ് തേക്കായിരുന്നല്ലോ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കണമെന്നൊന്നും ഇല്ലല്ലോ, അത് തേച്ച് അവിടെ അങ്ങനെ ഇരുന്നോളുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോൾ കുളിക്കുന്നു അന്നേരം കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ. ഇതിൻ്റെ പുറത്തോട്ട് എനിക്കിത് തേക്കുകയൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ മറന്നുപോയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ പരീക്ഷിക്കുന്നത്. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വേറെ ഒത്തിരി കാര്യങ്ങൾ തലയിൽ തേക്കാനൊക്കെ ഇഷ്ടംപോലെ നീലയമരി, നെല്ലിക്ക പിന്നെ ഉണക്കിപ്പൊടിച്ച്, പിന്നെ അങ്ങനെ ഒത്തിരി സംഗതികൾ ലോകത്തുള്ള സകലതും തേക്കാം നമുക്ക്. എല്ലാം മുടി വളരുന്ന ടൈപ്പ്. ഞാൻ ഇത്രയും എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് ഇത്രയും സാധനം ഞാൻ തേക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൈകിട്ട് ഞങ്ങളെ അമ്മ തേപ്പിക്കുന്നത് എന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം എന്തുവാന്ന്. അപ്പം വൈകിട്ട് നല്ല ഒന്നാന്തരം രക്തേന്ദ്രനത്തിൻ്റെ തടി വാങ്ങിച്ച് കല്ലേൽ അത് ഉരച്ച് അതാണ് അമ്മ തേപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആരാ ഈ തടിയും മേടിച്ച് ഉരച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതാണ് ഭയങ്കര ഇഫക്റ്റീവ്. ഭയങ്കര കരിമംഗല്യം ഉള്ളവർ എന്നാന്നേലും തടി രക്തേന്ദ്രനത്തിൻ്റെ വാങ്ങിച്ച് അത് ഉരച്ച് കഷ്ടപ്പെട്ട് ഉരച്ച് നല്ല തേൻ എന്ന് വെച്ചാൽ മായയില്ലാത്ത നല്ല നാട്ടു തേൻ കിട്ടും. അത് ആ തേനും കൂടെ കൂടി ഞാനിപ്പം വേണ്ട അല്ലാതെ ഇപ്പം നമുക്ക് എൻ്റെ കയ്യിൽ നല്ല നാട്ടുതേൻ ചെറുതേനും വൻതേനും ഉണ്ടായിരുന്നത് ഇവിടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതാണേ. പക്ഷേങ്കിൽ അത് തീർന്നു പോയി. ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഡാബറിൻ്റെ ഇതാ വേണ്ട. ഞാനൊരു ഈ കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ ഇതെടുത്തു. ഇതാണേ രക്തേന്ദ്രനം പച്ച അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുമ്പം ഇതാ കണ്ടോ. അപ്പോൾ അത് 1 സ്പൂൺ എടുത്തു. ഈ സ്പൂണിന് 1 സ്പൂൺ എടുത്തു. ഈ സ്പൂണിന് 1 സ്പൂൺ തേനും ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെ മുഖത്ത് ഒലിച്ചു പോകാതെ ഈ കൺസിസ്റ്റൻസി കണ്ടോ, ഒലിച്ചു പോകാതെ അവിടെ ഇരിക്കണമല്ലോ, അങ്ങനത്തെ ആ ഒരു ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എൻ്റെ അടപ്പം അങ്ങോട്ട് സ്തോത്രം.
ഇട്ട് അമക്കൊന്നും വേണ്ട. നമ്മുടെ സോഫ്റ്റായിട്ട് മുഖത്തെ സ്കിന്നിനോട് ഇടപെടാവുള്ളൂ. അമക്കി ഒന്നും ചെയ്യില്ലേ. ഇത് തേച്ചിട്ട് കരിമംഗലം പോയില്ലേ നിങ്ങൾ? കരിമംഗല്യം അല്ലേ? കരിമംഗല്യം പോയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് തല്ലിക്കൂ കേട്ടോ, ഉറപ്പായിട്ടും. ഞാൻ പറയുന്ന പോലെ എല്ലാ ദിവസവും ഇത് തേൻ്റെ കൂടെ തേക്കണം, രാത്രി തേച്ച് കിടക്കണം. കരിമംഗല്യം മാത്രമല്ല, ഒറ്റ കറുത്തപാടോ കുരു ഈ കാരയില്ലേ ഒന്നും മുഖത്തിരിക്കത്തില്ല, എല്ലാം പമ്പ കിടക്കും, പേടിച്ചോടും. പിന്നെ ഈ ചിക്കൻ ബോക്സൊക്കെ വന്ന പാടുകാരൊക്കെ ഇല്ലേ, സർവരും. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഏറ്റവും കൂടുതൽ പാട് മുഖത്തായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയുസ് ഇത് പോകത്തില്ല, ഫിസിഷ്യനായിരുന്നു, ആയുസ് ഇത് പോകത്തില്ല, പിന്നെ എന്നൊക്കെ പറഞ്ഞാലും ഇത് പോകത്തില്ല. എൻ്റെ മുഖത്തായിരുന്നു ഏറ്റവും കൂടുതൽ. എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. മുഖത്ത് ഒരു കാര്യം വന്നാൽ എനിക്ക് ഭയങ്കര കുഞ്ഞിലേ മുതലേ സങ്കടമാണ്. അന്നേരം ഭയങ്കര വിഷമമായിപ്പോൾ എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് അതിലേറെ വിഷമം. എൻ്റെ അമ്മ ഞങ്ങളുടെ മുഖം പൊന്നുപോലെ നോക്കുന്നതല്ലേ. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മുഖത്ത്, പക്ഷേ ആരും പുറത്തറിയിച്ചില്ല, കാരണം ഞാൻ പതറിപ്പോകുമെന്ന് എല്ലാവർക്കും അറിയാവേ. അപ്പം എനിക്ക് ആകെപ്പാടെ ഉള്ളത് ജീവിതത്തിൽ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഐശ്വര്യമേ ഉള്ളൂ, സമ്പാദ്യം എന്ന് പറയുന്നത്. അന്നേരം നമ്മളാരെയും കാണിക്കാനില്ല, നമുക്കൊരു സംതൃപ്തി, മനുഷ്യൻ്റെ മുമ്പിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു അല്ലേ, നമുക്ക് ദൈവം തന്നേക്കുന്ന ആ ഒരു ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ആ മുഖത്ത് തന്നെയിലാണെങ്കിൽ എല്ലാവരും പറയും കാല് രണ്ടിലും ചൊറി വന്നു, ആരെങ്കിലും കണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞ ആൾക്കാർ, പക്ഷേങ്കിൽ മുഖത്ത് വരുമ്പം അറിയത്തില്ലേ. അന്നേരം എനിക്ക് സങ്കടമാണ്. ഞാനിങ്ങനെ ആർക്കെങ്കിലും മുഖത്തൊക്കെ ഉള്ളവരെ ഇങ്ങനെ വഴി വെച്ചൊക്കെ കാണുമോ, ഫേസ്ബുക്കിലൊക്കെ കാണുമോ ഒക്കെ ചെയ്താൽ ഞാനത് നല്ലതായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയുന്നതാണ്, എല്ലാവരും ഒരേ സൗന്ദര്യത്തിൽ, ഒരുപോലെ മുടി, ഒരുപോലെ പിന്നെ ലൈറ്റ് മങ്ങുന്നത്, ഒരുപോലെ മുടി, ഒരുപോലെ പിന്നെ മുഖം, ഒരുപോലെ വെളുപ്പ്, ഒരുപോലെ പൊക്കം, അങ്ങനെയൊക്കെയാണ് എന്തെന്നല്ല എല്ലാവർക്കും ഇഷ്ടം പോലെ മുടി വേണം, നല്ലതായിട്ട് വെളുത്ത്, പെൺപിള്ളേരെ നല്ലതായിട്ട് വെളുത്തിരിക്കണം. മങ്ങുന്നു ലൈറ്റിൻ്റെ, വെളുത്തിരിക്കണം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ ആർക്കും സങ്കടപ്പെടണ്ട അല്ലേ. എനിക്കങ്ങനെ ഒത്തിരി വെളുത്തിരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ പാടോ അങ്ങനെയൊന്നും മുഖത്ത് ഉണ്ടായിരിക്കരുതെന്നൊക്കെ ഒരു ഇതുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു ഇതില്ലല്ലോ. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി മുടിയൊക്കെ വേണം, അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അല്ല വലിയ കൂടിയ വലിയ സൗന്ദര്യം അങ്ങനെയൊന്നും ആഗ്രഹമില്ല, അതിന് വേണ്ടി മെനക്കെടാറുമില്ല. 2 നേരം നമ്മൾ വൃത്തിക്ക് കുളിക്കുക, എണ്ണ തേച്ചൊക്കെ മുടി ഒക്കെ സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലതായിട്ട് ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അതായത് മെയിനായിട്ട് വെള്ളം ഒരു ദിവസം നമ്മൾ ഒരു 3 ലിറ്ററെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഒരു രോഗവും ഇല്ല. നമുക്ക് ഇഷ്ടംപോലെ മുടി വളരാനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം നമ്മുടെ മുഖ്യ ആധാരം വെള്ളം കുടിച്ചില്ലെങ്കിൽ സർവ്വരോഗങ്ങളും വരുത്തി വെക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കുക, പച്ചക്കറികൾ ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് വാങ്ങിച്ചൊന്നും പൈസ കളയണ്ട. നമ്മുടെ വീട്ടിൽ ചാമ്പങ്ങ ഉണ്ട്, പേരയ്ക്ക ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട് ഇതൊക്കെ. ചാമ്പങ്ങ ഉണ്ട് എൻ്റെ വീട്ടിൽ, പേരയ്ക്ക ഉണ്ട് എൻ്റെ വീട്ടിൽ, സപ്പോട്ടയുണ്ട്, റംബുട്ടാനുണ്ട്. മാങ്കോസ്റ്റീനൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒരു 5 വർഷമെങ്കിലും പിടിക്കും അത് കായ്ച്ചു വരണമെങ്കിൽ. പിന്നെ എന്തുവാ, കപ്പളങ്ങ ഉണ്ട്. പിന്നെ
പാളയംകോടനും പൂവമ്പാഴയൊക്കെ അതുണ്ട്. പിന്നെ നമുക്ക് മാങ്ങ ഇല്ല. മാങ്ങ ഞാൻ മാവ് വെട്ടിക്കളഞ്ഞില്ലേ, ഇനി വേറെ കിളുത്തൊക്കെ വരുന്നുണ്ട്, അതൊക്കെ റെഡിയാകണം. അതും നമ്മളങ്ങ് മേടിച്ച് കഴിച്ചോണം, നല്ലതെല്ലാം ഉണ്ടെങ്കിൽ. വീട്ടിൽ പേരയ്ക്ക, പേരയും നല്ല ഒന്നാന്തരമായിട്ട് കായ്ക്കുന്ന പേര വെട്ടിക്കളഞ്ഞ് കിണർ പുതിയതുണ്ടാക്കാൻ നേരമേ അതൊക്കെ വെട്ടിക്കളഞ്ഞേ. എന്നാലും വേറെ അടുത്തവിടെ വരുന്നുണ്ട്. എന്നതായാലും കഴിക്കാൻ കാണും നമുക്ക്. പിന്നെ ആത്തച്ചക്ക, കസ്റ്റാർഡ് ആപ്പിളും ഉണ്ട്, നാടൻ ആത്തച്ചക്കയും ഉണ്ട്. ഈ എന്താ ആത്തച്ചക്ക പറിച്ച് കഴിച്ചെന്നറിയാം. അങ്ങനെയെല്ലാം ഞാനിവിടെ. പിന്നെ നമ്മുടെ ചാമ്പങ്ങായും പിന്നെ ചക്കയും ഒക്കെ സീസണില്ലാതെ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നതേലും നമ്മൾ കരുതണം. അതൊക്കെ മതി. അല്ലാതെ മേടിച്ചൊന്നും അങ്ങനെ തിന്നണമെന്നൊന്നുമില്ല. ഇപ്പം മേടിച്ച് തിന്നാനാണേലും 2 പാളയംകോടൻ പഴമാണേലും കഴിച്ചാൽ മതി കേട്ടോ. ഒരു ഏത്തപ്പഴമോ. അല്ല വലിയ ആനകൂനയൊന്നും വേണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ വീട്ടിലൊക്കെ എല്ലാം ഉണ്ടാക്കണമെന്നേ. ഞാൻ അടങ്ങിയിരിക്കാതെ കഷ്ടപ്പെട്ട് എന്തെല്ലാം ഉണ്ടാക്കി ചെയ്തിട്ടാണ് ഇതൊക്കെ പറിച്ച് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ വല്ലവൻ്റെയും വീട്ടിലോട്ട് വായും പൊളിച്ചെന്ന് അവിടുന്ന് തരുമോ എന്ന് നോക്കി കൊതിയും വിട്ട്, അതൊക്കെ അഴുക്ക് സ്വഭാവമല്ലേ. ഒരു സെൻറ്റേലും ഇല്ലാത്തവരുണ്ടോ? ഇല്ലാത്തവർക്ക് ദൈവം കൊടുക്കട്ടെ, വീടില്ലാത്തവർക്ക് ദൈവം കൊടുക്കട്ടെ വീട്. എപ്പോഴും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യം. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നല്ലതായിട്ട്, ഇപ്പോൾ ഒന്നുമല്ല, ചെറുപ്പത്തിലെ പെൺപിള്ളേർ മുഖവും മുടിയൊക്കെ ശ്രദ്ധിക്കുവാണ്, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കല്യാണം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പം മുഴുവൻ 25 വർഷമായിട്ട് എനിക്ക് ഭയങ്കര നരകയാതനയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി സൗന്ദര്യവും പോയി. ഇപ്പോഴും ടെൻഷൻ പിടിച്ച് സങ്കടപ്പെട്ടുള്ള ജീവിതം. പിന്നെ ഇപ്പം ഞാൻ വാശിക്ക് അങ്ങ് ചിരിച്ച് നടക്കുവാന്നേ ഉള്ളൂ. മറ്റേത് എപ്പോഴും ഇരുന്ന് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ജോലി ഉള്ളതുകൊണ്ടും ഒക്കെ അങ്ങ് രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകും. വൈകിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഒക്കെ മാറി ഇപ്പോൾ ഒത്തിരി വ്യത്യാസമൊക്കെ വന്നു. പിന്നെ ഇപ്പം ഞാൻ മനഃപൂർവ്വം കരയത്തുമില്ല, ഒന്നുമില്ല. കരയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ തെരുതര ഫോൺ വിളി, എനിക്കത് കേൾക്കുമ്പോൾ കലി കയറും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം എല്ലാവരോടും പറയാൻ പറ്റുമോ? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ദൈവത്തോടും പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അറിയണം. നമ്മൾ അവിടെ കാണാത്തതന്നെ, ഇവിടെ കാണാത്തതന്നെ, അങ്ങോട്ട് വരാത്തതന്നെ, ഇങ്ങോട്ട് വരാത്തതന്നെ. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകുന്ന ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ വീട്ടിലിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടം. ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഒരു ഫങ്ഷൻ പോലെ ആരുടെയും കല്യാണം ഒന്നിനും വിളിച്ചാൽ പോകത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വലിയ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഞാനത് കാരണം പോകത്തില്ല. ഇനി യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഭ്രാന്ത് പിടിക്കാതെ ഇങ്ങനെ നടക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇത് പറയണമെന്നുണ്ട്. പറയണ്ട, ദൈവത്തോടേ പറയാവുള്ളൂ. ദൈവം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലോ. മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് നടന്ന് നമ്മളെ പരിഹസിക്കും. വീഡിയോ നീണ്ടു പോകുന്നത് ചുമ്മാ കഥ പറഞ്ഞിരിക്കുകയല്ലല്ലോ, ഉള്ള കാര്യം പറയുന്നതല്ലേ. അന്നേരം ആരോ യൂസറെന്നും പറഞ്ഞിച്ച് സൂക്കേട് കൂടുതലാണ്. യൂസറെന്നും പറഞ്ഞ് അതാരാന്ന് വെച്ചാൽ യൂസർ എന്ന് പറഞ്ഞ ഐഡിയ അല്ലാതെ പേരില്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ എന്നാ വേണം? മടിപ്പിക്കാതെ എല്ലാം നല്ലതായിട്ട് വേറെ കാര്യങ്ങളിട്. അപ്പം നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാതെ ഞാൻ എഴുതി കാണണ്ടെന്ന്. കണ്ടേച്ച് ഇഷ്ടമില്ലേ മിണ്ടായിരുന്നാൽ പോരെ, കാണണ്ടല്ലോ. നമുക്ക് ഉള്ള കാര്യം പറയണ്ടേ. ഓരോരുത്തരെ എന്തൊക്കെ വികൃതികൾ കാണിക്കുന്നു അതൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യുവേ. നമ്മൾ നല്ലതായിട്ട് ഓരോന്നിടുമ്പം അതൊന്നും പുഞ്ഞം. ഇനി നമുക്കിതല്ലേ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം.
ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം. ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ. അറിയാമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യുന്ന കാര്യം. എല്ലാ ദിവസവും എന്തെങ്കിലും മാറി മാറി ഇനിയിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് വീതം കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ തേച്ചു. എനിക്ക് കാണിക്കാമെന്നല്ലാതെ ചെയ്യാൻ ഇഷ്ടമല്ല, മടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ ഇങ്ങനെ എല്ലാ ദിവസവും കാണിച്ചു തരുമ്പോൾ എനിക്ക് അതങ്ങ് എഫക്റ്റീവ് ആയിക്കോളൂ. ഞാനും തേക്കുമല്ലേ. എന്തൊരു മടിയാണെന്നറിയോ? മടിച്ച് ഇങ്ങനത്തെയൊക്കെ സാധനം. കൃഷിപ്പണി ഒരു മടിയില്ല. വെയിൽ കൊള്ളാനും ഒന്നിനും കൃഷി ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി പറിച്ച് കഴിക്കരുതോ? കടലിയെ നല്ലതായിട്ട് തേക്കട്ടെ. ഈ പെടലിയില്ലേ, പെടലിയുടെ ഇവിടവും ബാക്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ഹോർമോണിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര കരിക്കട്ട പോലെ ഇരിക്കുമല്ലോ. അതെല്ലാം നമ്മുടെ രക്തയന്തനത്തെ വെല്ലാൻ, അത് വേറൊന്നുമില്ല, രക്തയന്തനവും തേനും കൂടെ. എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഉരച്ചു കൊടുക്കണം. ഇവിടെ മാത്രം ഇങ്ങനെ കൊടുക്കണം. ഞാനിത് ചെയ്യട്ടെ, ചെയ്തിട്ട് കാണിക്കാവേ. ചെയ്തിട്ട് തുടച്ചിട്ട് പിന്നെ കാണിക്കാം. സോപ്പിട്ട് ഒരു സംഗതി ചെയ്താലും സോപ്പിട്ട് കഴുകരുത് കേട്ടോ. പിറ്റേ ദിവസം കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്നവർക്ക് സോപ്പ് തേക്കാം. ഞാനിപ്പോൾ അങ്ങനെ അധികം സോപ്പ് തേക്കാറില്ല. ഡവ് സോപ്പാണ്. ഡവ് ആണെങ്കിൽ ഡ്രൈ ആകത്തില്ല ശരീരം. ഡ്രൈ സ്കിന്നുള്ളവർക്ക്, റഫായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഡവ് ഏറ്റവും നല്ലത്. മിൽക്കിൻ്റെ പിന്നെ പേഴ്സ് നല്ലതാണ്, പക്ഷേ ഡ്രൈ ആയിപ്പോവും ശരീരം. പാടൊക്കെ പോകാൻ നല്ല കേട്ടോ, പക്ഷേ ഡ്രൈ ആവും. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഞാൻ പോയി വാഷ് ബേസിന് വെറുതെ കഴുകി. സോപ്പൊന്നും ഇട്ട് കഴുകരുതേ. പിന്നെ അതുപോലെ നമ്മൾ കുളിക്കുമ്പോഴും സോപ്പൊന്നും ഇട്ട് എന്ത് തേച്ചാലും, തലയിലാന്നേലും ദേഹത്താന്നേലും എന്ത് തേച്ചാലും പിന്നെ സോപ്പ് ഉപയോഗിക്കുകയോ എണ്ണ ഉപയോഗിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ക്രീമുകളോ ഒന്നും, അതുപോലെ ഈ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ തുണികളോ ഒന്നും ഇട്ട് തുടയ്ക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ മുഖമൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റ് അല്ലേ, അപ്പം ഒരിക്കലും നമ്മൾ ശക്തിയിൽ ചെയ്യാൻ പാടില്ല. കണ്ടോ മുഖം കണ്ടോ? നിങ്ങൾ നോക്കിയ വ്യത്യാസം ഉണ്ടോ? മുഖം ഞാൻ തുടച്ചിട്ട് പോലും ഇല്ല. എൻ്റെ ടവലെടുത്ത് ഇങ്ങനെ കൈ തുടച്ചതേ ഉള്ളേ. ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഒപ്പി കാണിച്ചില്ല. ഇങ്ങനെ ഒപ്പുവേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ മുഖം ഇട്ട് ഭയങ്കര ചളുക്കരുത്. ഉണ്ടോ? നല്ല തേനും കൂടെ ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായി. തേൻ നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കറുപ്പ് പോകാനും നല്ല ഗ്ലോ വരാനും പാടുകളൊക്കെ പോകാനും ഏറ്റവും നല്ലത്. പൊള്ളലിനൊക്കെ തേൻ ഉപയോഗിക്കത്തില്ലേ, അപ്പോൾ അതാണ്. ഉണ്ടോ? ഞാനിപ്പോൾ അവിടെ നിന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് വന്ന് ചുമ്മാ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങോട്ട് വന്ന് പെടലിയിലേയും കഴുകി. നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ മുഖത്ത് നല്ലൊരു തണുപ്പൊക്കെ തോന്നുന്നു. നല്ലൊരു നല്ല സോഫ്റ്റ്നെസ്, നല്ല ഗ്ലോ, നല്ല ഇതായിട്ട് തോന്നില്ലേ? അപ്പോൾ അതെല്ലാവരും ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾ 1 മാസം ചെയ്യുമ്പോൾ ഫെയറെന്ന് പറഞ്ഞാൽ ഫെയർ ആവും മുഖം. കടലാസ് ഒട്ടിച്ചോലെയാവും മുഖം, നല്ല ഫെയർ ആവും. പിന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്തു മിടുക്കരായിട്ട് നല്ല മുടി, നല്ല മുഖവും ഒക്കെയുള്ള നല്ല കുട്ടപ്പികളാവും. പിന്നെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ഫുൾ വീഡിയോ കാണുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനി മുതൽ ഞാൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഓരോ വെറൈറ്റി കാണിക്കാം കേട്ടോ. മേലാതെ വന്നാൽ ഒന്നും കിടപ്പ്, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.